വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ പലരും മടിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡുകൾ ഇല്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഏതർ, ഓല, ഐക്യൂബ് അതേപോലത്തെ കുറച്ച് വണ്ടികൾ മാത്രമേ നമുക്ക് നല്ലതെന്ന് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ചൈനീസ് തന്നെയാണ്. ഇന്ത്യൻ കമ്പനി ആണെങ്കിലും പുറത്തുനിന്ന് ചൈനയിൽ പോയി ബാറ്ററിയും മോട്ടറൊക്കെ വാങ്ങിച്ചാണ് അവർ വണ്ടി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ സുസുക്കി, ഹോണ്ട അതേപോലത്തെ ബ്രാൻഡുകളൊക്കെ ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കുന്നത് കാത്താണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് അവസാനമായിട്ടുണ്ട്. കാരണം ഹോണ്ട അവരുടെ ഇലക്ട്രിക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഹോണ്ടയുടെ തന്നെ ഏറ്റവും ട്രസ്റ്റഡും ഏറ്റവും പോപ്പുലറായ ഒരു ബ്രാൻഡ് നെയിമിലാണ് വന്നേക്കുന്നത്. ആക്റ്റീവയുടെ ഇലക്ട്രിക് വേർഷൻ നമ്മുടെ ഹോണ്ട കൊണ്ടുവന്നേക്കുകയാണ്. അതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ആക്റ്റീവയുടെ ആ ഒരു എലമെൻ്റ് ഒക്കെ പലതും നമുക്ക് കാണാൻ കഴിയും. എങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായ പുതിയൊരു ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഫുള്ള് LED ലൈറ്റുകളാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ DRLൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ആക്റ്റീവയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രാക്ടിക്കാലിറ്റിയാണ്. ഫ്രണ്ടിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറും സിമെൻറ്റും അതേപോലെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അത് ഈ ഒരു വണ്ടിയിലും ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലും നല്ല സ്പേസും ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുട്ബോളാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വണ്ടിയിൽ വരുന്നത്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ആപ്പ് വഴി കൺട്രോൾ ചെയ്യുന്ന ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഒരു സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്പ്ലേയിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് വഴി നമുക്ക് ഈ ഡിസ്പ്ലേയും കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വണ്ടിക്ക് സ്മാർട്ട് കീ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വേരിയൻറ്റിലാണ് വണ്ടി വരുന്നത്. മൊത്തം 5 കളറുകളുണ്ട്. ബ്ലൂ ഷെയ്ഡ് 2 ഉണ്ട്. പിന്നെ വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ മൊത്തം 5 കളറുകളാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിൻ്റെ ആ ഒരു ബാറ്ററിയിലും മോട്ടറിലൊക്കെയാണ്. ഇതിനകത്ത് 2 ബാറ്ററി വന്നിട്ടുണ്ട്. സ്വാപ്പബിൾ ആയിട്ടുള്ള 2 ബാറ്ററിയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ചാർജ് ഇപ്പോൾ തീരുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചാർജ് ചെയ്യുന്ന ബാറ്ററി ഒരു ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ പോയിട്ട് നമുക്ക് ചാർജ് ഉള്ളൊരു ബാറ്ററി എടുത്ത് നമ്മുടെ വണ്ടിയിലിട്ട് ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യുന്ന സമയം നല്ലപോലെ തന്നെ ലാഭിക്കാവുന്നതാണ്. ഈ ഒരു ടെക്നോളജി പണ്ട് മുതലേ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ബൗൺസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. 2 വർഷം മുന്നേ വന്നതാണ്. അവർ ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന അവരാണ്. ഡൽഹിയിലും മുംബൈയിലൊക്കെ പോവുകയാണെങ്കിൽ, ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ ഈ ടെക്നോളജി അവർ പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ടെക്നോളജി നമ്മുടെ ഹോണ്ടയുടെ വണ്ടിയിലും ഇപ്പോൾ വന്നേക്കുകയാണ്. ഈ ഒരു ബാറ്ററി നോക്കുകയാണെങ്കിൽ 1.5 kWh 2 ബാറ്ററിയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഈ 2 ബാറ്ററിയും കൂടെ കമ്പൈൻ ചെയ്ത് ഏകദേശം 102 കിലോമീറ്ററോളം ഈ ഒരു വണ്ടിക്ക് റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ മോട്ടറൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ ഹോണ്ട തന്നെയാണ്. ചൈനീസ് കമ്പനി എന്നൊരു ഇതിൻ്റെ ആ ഒരു മോട്ടർ നിർമ്മിച്ചേക്കുന്നത്. ഹോണ്ട തന്നെ അവരുടെ ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു മോട്ടറാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ഇതൊരു 6 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. ഏകദേശം 22 Nm ടോർക്കും ഈ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 0 to 60 അച്ചീവ് ചെയ്യാനായിട്ട് വെറും 7.3 സെക്കൻഡ് മാത്രം ഇതിന് സമയം മതി. 80 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് 3 റൈഡ് മോഡുകളും വരുന്നുണ്ട്. ഇക്കോ, ഓൺ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട് എന്ന് പറഞ്ഞ് 3 റൈഡ് മോഡുകളും ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ഹോണ്ട ഇത് കൂടാണ്ട് വേറൊരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടെ കാണിച്ചിട്ടുണ്ട്. QC1 എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ കാണിച്ചേക്കുന്നത്. ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഈ ഒരു ആക്റ്റീവ ഇ പോലെ ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആക്റ്റീവ ഇയുടെ ഒരു ബേസ് വെർഷൻ അല്ലെങ്കിൽ വില കുറഞ്ഞൊരു വേരിയൻ്റ് അതിനെ വിളിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത്. ലുക്ക് നമ്മുടെ ആക്റ്റീവയുടെ ഇലക്ട്രിക്കായിട്ട് സിമിലർ തന്നെയാണ്. പക്ഷേ DRലും അതേപോലത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്ക്രീൻ നോക്കിയാലും ചെറുതാണ്. ആക്റ്റീവയ്ക്ക് 7 ഇഞ്ചിൻ്റെ സ്ക്രീൻ കിട്ടാൻ നേരത്ത് ഈ ഒരു വണ്ടി കിട്ടിയേക്കുന്നത് വെറും 5 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അതേപോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ കപ്പാസിറ്റിയും നല്ലപോലെ തന്നെ കുറവാണ്. ഇതിൽ 1 kWh ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററിയാണ് അവർ കൊടുത്തേക്കുന്നത്. ഈ ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മുടെ ആക്റ്റീവ ഇലക്ട്രിക്കിനേക്കാളും കൂടുതലാണ്. ഏകദേശം 26 ലിറ്ററോളം ഈ വണ്ടിക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ബാറ്ററിക്ക് മാത്രമല്ല ഇതിൻ്റെ മോട്ടറിനും പവർ കുറവാണ്. ഇതിൻ്റെ മോട്ടർ നോക്കുകയാണെങ്കിൽ 1.8 kW മാത്രമേ പവർ വരുന്നുള്ളൂ. 0 to 80% ചാർജ് ആകാനായിട്ട് 4 hours സമയം എടുക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് സ്പീഡും കുറവാണ്. 50 km/h മാത്രമേ ഇതിന് ടോപ്പ് സ്പീഡ് വരുന്നുള്ളൂ. പിന്നെ ഇതിന് 2 റൈഡ് മോഡുകളെ അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിൻ്റെ വിലയാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ ഇലക്ട്രിക്കിന് 1.3 ലാഖാണ് എക്സ്ഷോറൂം പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. QC1 നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് ഒരു 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം ഇതിൻ്റെ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഈ വരുന്ന ജനുവരിയിൽ ഈ ഒരു വണ്ടി അവർ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി തന്നെ വണ്ടിയുടെ ഡെലിവറി തുടങ്ങുമെന്നും ഹോണ്ട പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.